KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ. സഖാവ് VS അച്യുതാനന്ദന് മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമുണ്ടായിരുന്നു, സഖാവ് പിണറായി വിജയനും ആകാൻ ആഗ്രഹമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ മത്സരിക്കുന്നതൊക്കെ ഇല്ലേ, ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ജഗദീഷേട്ടൻ പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള, പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ഒരാളാണ്. 4ാം തീയതി റിസൾട്ട് വരുന്നു. എങ്ങനെയാണ് ജഗദീഷേട്ടൻ ഈ ഒരു നോക്കി കാണുന്നത്? ഭരണമാറ്റം ഉണ്ടാകുമോ? ഭരണ തുടർച്ചയാണോ? ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ രണ്ട് മുന്നണികളും ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവര് ഫൈറ്റ് ചെയ്യാണ്. അപ്പൊ ഏത് ആരാണെന്നുള്ള രണ്ട് മുന്നണികളും പറയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്നാരായിരിക്കും. ഒരു മുന്നണിയാണെങ്കിൽ അത് കൺഫ്യൂഷൻ ഇല്ല, അടുത്ത മുന്നണിയാണെങ്കിൽ അവർ 3 പേരെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 3 പേരിൽ ആരായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ്. പിന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ മത്സരിക്കുന്നതൊക്കെ ഇല്ലേ, ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. സഖാവ് VS അച്യുതാനന്ദന് മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, സഖാവ് പിണറായി വിജയനും ആകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സത്യമല്ലേ? അവര് തമ്മിൽ ഓപ്പൺ ഫൈറ്റ് ഒന്നുമില്ല. കോൺഗ്രസിലാണെങ്കിൽ കരുണാകരൻ സാറിനും AK ആന്റണി സാറിനും ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സ്റ്റേജിൽ ഉമ്മൻചാണ്ടി സാറിനും രമേശ് ചെന്നിത്തലയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സ്റ്റേജിൽ സഖാവ് VS അച്യുതാനന്ദൻ പരാജയപ്പെട്ടപ്പോ എല്ലാവരും വിചാരിച്ചത് സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാകുന്നതാണ്. എന്നാൽ സഖാവ് VS പിന്തുണച്ചത് നിയമസഭ അംഗമല്ലാതിരുന്ന സഖാവ് EK നായനാറിനെയാണ്. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ഇവിടെ മുഖ്യമന്ത്രി പോസ്റ്റ് എന്നൊക്കെ ഈ മത്സരം എല്ലാ കാലത്തും അവരാഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ. അവരുടെ പുറത്ത് എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? ഞാനാണെങ്കിലും ആഗ്രഹിക്കും അവരുടെ സ്ഥാനത്താണെങ്കിൽ. പിന്നെ ആരാണ് ആകുന്നെന്നുള്ള അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ അവർക്ക് ഭാഗ്യമില്ലെങ്കിൽ വീണ്ടും LDF വന്നാൽ സഖാവ് പിണറായി ആയിരിക്കും മുഖ്യമന്ത്രി. അവിടെ എതിരൊന്നും പറയുന്നത് കേട്ടില്ല. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ സഖാവിന് മുഖ്യമന്ത്രി ആകാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം നിയമസഭയിൽ മത്സരിച്ചിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് രാഷ്ട്രീയം പോകുന്നത്. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. നടന് സ്വപ്നമുള്ളതുപോലെ, നിർമ്മാതാവിന് സ്വപ്നമുള്ളതുപോലെ, സംവിധായകന് സ്വപ്നമുള്ളതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും VD സതീശനും സ്വപ്നങ്ങളുണ്ട്. സഖാവ് പിണറായി വിജയനും സ്വപ്നങ്ങളുണ്ട്. എല്ലാവരുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ. ഒരൊറ്റ റിക്വസ്റ്റ്, എല്ലാവരും കാട്ടാളം കാണണം. അതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. 4ാം തീയതി ആര് ജയിച്ചാലും അവര് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങള് കാട്ടാളം കാണാൻ ക്ഷണിക്കും. വരുന്നത് അവരുടെ തിരക്ക് പോലെ ഇരിക്കും. ആരാണെങ്കിലും ഒരു ദിവസം ഒരു ഷോ ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്, കാട്ടാളം കാണാനൊന്നും വരാം, ആര് മുഖ്യമന്ത്രിയായി.